ഹായ് ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കേക്കിന്റെ റെസിപ്പിയാണ്. ഞാനൊരു വാനില കേക്ക് ഉണ്ടാക്കാൻ പോവാണ്. അത് എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ടൈമാണ് ഞാനൊരു കേക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് ഒരിക്കലും ഒരു ട്യൂട്ടോറിയൽ വീഡിയോ അല്ല, നിങ്ങൾ അങ്ങനെ കാണരുത്. ബിക്കോസ് എൻ്റെ ഫസ്റ്റ് പ്രിപ്പറേഷൻ ആണ്. അപ്പോൾ അതിനകത്ത് ഒത്തിരി പോരായ്മകളുണ്ട്. ഉണ്ടായിരുന്ന മിസ്റ്റേക്സ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിലും എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. ഞാൻ വളരെ ഹാപ്പിയാണ് അതിൽ. അതുപോലെ തന്നെ ഇത് എൻ്റെ ഫസ്റ്റ് ടൈം എൻ്റെ ലൈഫിൽ ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ ഉള്ള എൻ്റെ എക്സൈറ്റ്മെൻറ്റും ഇമോഷൻസും ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ കൺവേ ചെയ്യുന്നത്. ഒരിക്കലും ഇതൊരു ട്യൂട്ടോറിയൽ വീഡിയോ അല്ല. ഒത്തിരി മിസ്റ്റേക്സ് ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അതുപോലെ പക്ഷെ ഔട്ട്കം ഞാൻ പ്രതീക്ഷിച്ചതിലും ഒത്തിരി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഞാനിത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഇൻട്രോ എടുക്കുന്നത്. ഐ എം സോ ഹാപ്പി. നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടിട്ട് പോയോ? താങ്ക് യു. ഇത് കണ്ടോ, ഞാൻ ഇച്ചിരി പൊക്കം കുറഞ്ഞ പാത്രമാണ് എടുത്തത്, അതുകൊണ്ട് ഇത് ഫുള്ള് ബേക്കിംഗ് പൗഡർ വരെ ആഡ് ചെയ്തു. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ പാൽ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ പാൽ ആഡ് ചെയ്തു. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിത് ആക്ച്വലി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇത് നല്ല തിക്ക് ക്രീമി കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. ഇതേ കണ്ടോ, നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. യെസ്, ഞാനിപ്പോൾ നിങ്ങളെ ഇത് കാണിച്ചു തരാവേ. ഇത് കണ്ടോ ഗൈസ്, ഇങ്ങനെ മതിയില്ലേ? എല്ലാം ഞാൻ തന്നെ ചെയ്യുന്നതുകൊണ്ട് ഇച്ചിരി ഡിഫിക്കൽട്ടി ഉണ്ട്. പിന്നെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടും നിങ്ങൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കണേ. അപ്പൊ നമ്മുടെ കേക്കിന്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി അത് ബേക്ക് ചെയ്യണം. ഞാൻ വാങ്ങിയ ബേക്കിംഗ് ട്രേ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ്, ഇത്ര ഒരു ചെറിയ ബേക്കിംഗ് ട്രേ ആണ് ഇത്. ആക്ച്വലി ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചത് കണ്ട, ഇത് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിനകത്തുനിന്ന് നമ്മൾ ഈ എടുക്കണമല്ലോ കേക്ക്. അപ്പൊ അത് ഭയങ്കര ഈസിയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ പോപ്പ് ചെയ്താല് ഇത് നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. കുറച്ചുകൂടെ നല്ല ഒരു ഇതാണ്. അപ്പൊ ഇതാണ് എൻ്റെ ബേക്കിംഗ് ട്രേ. ഇപ്പൊ ഇതിനകത്ത് നമുക്ക് കുറച്ച് ഓയിൽ ഒന്ന് പറ്റിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഈ ബ്രഷ് ഒന്നും വേണമെന്നൊന്നും ഇല്ല, ഇത് ഞാൻ ഇവിടെ ഉള്ളതുകൊണ്ട് എടുത്തത്. ഇല്ലെങ്കിലും നോ പ്രോബ്ലം. കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കുക. നല്ല ഷൈനി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക്, ഞാൻ ബേക്കിംഗ് പേപ്പർ വാങ്ങിയായിരുന്നു, പക്ഷെ അതിങ്ങനെ ഷീറ്റായിരുന്നു. അപ്പം ഞാൻ കുറച്ച് പണിയെടുത്ത് ചെറിയൊരു ഈ ഷേപ്പിലേക്ക് ആക്കിയിട്ടുണ്ട്. കറക്റ്റ് വട്ടമൊന്നുമല്ല, പക്ഷെ എന്നാലും നമുക്കിത് വെച്ച് കൊടുക്കാം. ആക്ച്വലി ഇതിന് ഇച്ചിരി വലുതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹായ്, വലുത് വെച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമോ? നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. എനിവേ ഞാൻ പേപ്പർ വെച്ച് കൊടുക്കും. ബട്ടർ പേപ്പറിന്റെ മുകളിലും കുറച്ച് ഓയിൽ നമുക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ബാറ്റർ ഒഴിക്കണം. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് ആക്ച്വലി ഒരു ട്യൂട്ടോറിയൽ വീഡിയോ അല്ല കേട്ടോ, നിങ്ങൾ അങ്ങനെ വിചാരിക്കല്ല്. ഇത് ഞാൻ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ചെറുതായിട്ട് കട്ടിയായതുപോലെ കുഴപ്പമില്ലായിരിക്കും, എനിക്കറിയില്ല ഗൈസ്. എനിവേ നമുക്ക് ഈ ബാറ്റർ നമ്മുടെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കേക്ക് ബാറ്റർ നമ്മളപ്പോൾ അങ്ങനെ ഒരു പ്രകാരത്തിൽ ഇത് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഒന്നിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കണം എന്നാണ്. അത് എനിക്ക് തോന്നുന്നതല്ല, അത് തന്നെയാണ്. ബിക്കോസ് എയർ ഉള്ളിൽ ട്രാപ്പ് ചെയ്ത് കിടക്കാതെ നമുക്ക് പ്രശ്നം പറ്റി. ഞാൻ നിങ്ങളൊരു കാര്യം കാണിച്ചു തരാം. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ബട്ടർ പേപ്പറിന്റെ ആ എസിമെട്രിക്കാലിറ്റിനെ പറ്റി കാണിച്ചു തരാം. ഇത് കണ്ടോ ഗൈസ്, ഈ സൈഡ് കണ്ടോ, കുറച്ച് ഭംഗിയിരിക്കുന്നതുകൊണ്ട് ഇനിയിപ്പോൾ ആ ഷേപ്പിലായിരിക്കും കേക്ക് ബേക്ക് ചെയ്ത് വരുന്നത്. എനിവേ നമ്മുടെ ട്രയലാണ്, നമുക്കതുകൊണ്ട് കുഴപ്പമില്ല. ഈ സൈഡെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്, പക്ഷെ ഈ സൈഡ് ഇങ്ങനെ ഒരു ഡിസൈനാണ്. എനിവേ നമ്മൾ ഇത് കൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാം. ഓക്കെ,
ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ പ്രീഹീറ്റ് ചെയ്യാനൊക്കെ വെച്ചിട്ടുണ്ട്. ഓവൻ ഉണ്ട്, ബട്ട് ഞാൻ ഓവനിൽ യൂസ് ചെയ്യുന്നില്ല. ഞാൻ നമ്മുടെ കുക്ക് വെയറിൽ തന്നെ ഒരു പാത്രം പ്രീഹീറ്റ് ചെയ്തിട്ട് ഞാനിത് വെക്കുന്നത്. അത് ഈസിന്ന് തോന്നുന്നു. എനിവേ, മറ്റത് ഈസി അല്ല എന്നല്ല കേട്ടോ, ബട്ട് സ്റ്റിൽ ഓക്കെ. നിങ്ങൾ എന്തായാലും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒക്കെ മറക്കരുത്. എനിക്കൊരു സപ്പോർട്ടാകും. ലൈക്ക് എനിക്ക് കുറച്ചുകൂടെ എന്റെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും ഒക്കെ എന്നെ ഹെൽപ്പ്. ഇതാണ് കേക്കിന്റെ ഒരു അവസ്ഥ. ഞാൻ കുറച്ച് കുത്തി നശിപ്പിച്ചിട്ടുണ്ട്, ബട്ട് എങ്കിലും കൊള്ളാം. ഇനി നമുക്ക് ഈ കേക്ക് ഒന്ന് കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് പിന്നെ അതിന്റെ അകത്ത് ലൈക്ക് ലെയർ ചെയ്യുമ്പോൾ ഷുഗർ സിറപ്പ് വേണം. ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം, പിന്നെ ക്രീം ഉണ്ടാക്കണം, പിന്നെ നമ്മുടെ ഫ്രോസ്റ്റിംഗ് മറ്റേ പരിപാടികളൊക്കെ, എന്താണ് ഡെക്കറേഷൻ പരിപാടികൾ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഐ എം സോ ഹാപ്പി ബിക്കോസ് ഇത്രയും എത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ബട്ട് എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല. അത് നമുക്ക് പിന്നെ നോക്കാം. എന്താണേലും ഇവിടെ വരെ എത്തിച്ചല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറാൻ വേണ്ടി ഞാൻ ആ കുക്ക് ടോപ്പ് ഇത് മാറ്റി വെച്ചു. ഇനി നമുക്ക് നമ്മുടെ ഷുഗർ സിറപ്പ് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ഇതാണ് എൻ്റെ ഷുഗർ സിറപ്പ്. ഒന്നുമില്ല, ജസ്റ്റ് വെള്ളത്തിൽ പഞ്ചസാര കലക്കി. ഓക്കെ, അപ്പൊ നമ്മൾ ഉണ്ടാക്കി ഷുഗർ സിറപ്പ് ഒന്ന് കൂൾ ഡൗൺ ചെയ്യണം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ക്രീം ഉണ്ടാക്കാം. ഞാനിവിടെ വാങ്ങിച്ചു വെക്കുന്ന ഐസിങ് വാനിലയുടെ ഐസിങ് തന്നെയാണ്. ഇത് ഞാൻ ഇന്നലെ അവിടെ നിന്ന് ഞാൻ പറഞ്ഞില്ലേ കടയിൽ നിന്ന് വാങ്ങിയതാണ്. അത് നമുക്ക് കുറച്ച് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. വാനിലയുടെ എക്സ്ട്രാക്റ്റ് 2 തുള്ളി ആഡ് ചെയ്തത്. അപ്പൊ നമ്മുടെ ഐസിങ്ങിനുള്ള ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ കേക്ക് നമ്മുടെ ആ ട്രേയിൽ നിന്ന് പുറത്തെടുക്കണം. നമ്മുടെ കേക്ക് കണ്ടോ ഗായ്സ്, റെഡി ആയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. കുറച്ച് ഹാർഡായിട്ട് തന്നെ പിടിക്കണം കേട്ടോ. എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ അടിയിൽ പോപ്പിംഗ് ഉണ്ട്. ഓക്കെ, നമ്മുടെ കേക്കിൻ്റെ ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ബേസിലേക്ക് വെക്കാം. യെസ്, കേക്ക് ഉണ്ടാക്കുന്നവരെയൊക്കെ സമ്മതിക്കണം. ഇത് ഞാൻ കൊളവാക്കി ഗൈസ്. സർപ്രൈസ് കേക്ക് എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും കടയിൽ പോയി വാങ്ങേണ്ട അവസ്ഥയാകുമോ എന്തോ. ഇതുവരെയുള്ള ഇത് കണ്ടിട്ട് ഐ തിങ്ക് കടയിൽ പോയി വാങ്ങേണ്ടി വരും. ഇതെന്താണ് ശരിയാവാത്തതും? എനിക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു. ബട്ട് വി ഷുഡ് എൻജോയ് ദ പ്രോസസ്, നോട്ട് ദ ഔട്ട്കം. യെസ്, എന്തെങ്കിലും ഡോണ്ട് സ്ട്രെസ്. മെയിൻലി പ്രശ്നം ഈ സൈഡ് ഭാഗങ്ങളാണ്. സൈഡ് നമുക്കൊന്ന് സെറ്റ് ചെയ്യാനുണ്ട്. കുറച്ച് മെസ്സി കേക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഭയങ്കര മധുരം, നല്ല മധുരമുണ്ട്. മധുരം ഉണ്ടാവുള്ളൂ, കേക്കല്ലേ, പിന്നെ മധുരമില്ലാതെ കേക്കിന് മധുരം ഉണ്ടാവില്ലേ. ഞാൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നമുക്കൊരു ഐഡിയ ഉണ്ട്. നമുക്ക് സൈഡ് സെറ്റ് ചെയ്യാൻ പറ്റിയ കുറച്ച് മിനുക്ക് പണി സാധനങ്ങളുണ്ട്. ഈ സൈഡൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ആ സൈഡ് സെറ്റാവും. കുറച്ച് നേരം ഇങ്ങനെയും ചെയ്യേണ്ടി വരും. പിന്നെ എനിക്കുണ്ടല്ലോ ഗൈസ്, ഈ മറ്റേ കേക്ക് ഉണ്ടാക്കുന്നവർ യൂസ് ചെയ്യുന്നൊരു കത്തി ഉണ്ടല്ലോ, ഇങ്ങനെ നീണ്ടിരിക്കണ പരന്ന കത്തി, അതെൻ്റെ ഇല്ല. അതിൻ്റെ കുഴപ്പമാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. നമുക്ക് ഈ എക്സ്ട്രാ ബിറ്റ്സ് ഒക്കെ ഒന്ന് തൂത്തളയണം. ഇങ്ങനെ എന്തൊക്കെയോ കാണിച്ച് ഇതിനകത്ത് ഉറപ്പിച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. കണ്ടോ ഗൈസ്, ഞാൻ എങ്ങനെയോ ഇതിനകത്ത് സൈഡൊക്കെ ഒന്ന് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇനി ഞാൻ ഉദ്ദേശിക്കണത് നമുക്ക് കുറച്ച് ക്രീം ഒന്നുകൂടെ ബീറ്റ് ചെയ്തിട്ട് കുറച്ച് പച്ച കളറാക്കാം. വേണ്ടായിരുന്നു. ഇതിപ്പോൾ ക്രീമാണെങ്കിൽ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. എനിക്കിങ്ങനെ എന്നെ പിടിക്കുന്നിടത്തൊക്കെ ക്രീം ആവുക. അത് ഭയങ്കര ഡിഫിക്കൾട്ടല്ലേ ഗൈസ്.
ഇപ്പോൾ ഒരു നല്ല പച്ച കളറായിട്ടുണ്ട്. നമുക്കിനി ക്രീമിനെ മാറ്റി വയ്ക്കാം. നമ്മുടെ കേക്കിനെ വീണ്ടും നമ്മുടെ സന്നദ്ധിയിലേക്ക് എത്തിക്കാം. ക്രീം അവിടെ. ഇനി നമുക്ക് ഈ പച്ച കളർ വെച്ചിട്ട് കുറച്ച് അഭ്യാസം ചെയ്യാം. ഇത് അവസാനം പറക്കുന്നളിയിലെ ബസ് പോലെ ആവുന്നതാണ് എൻ്റെ ഒരു നിഗമനം. അത് കുറച്ച് ഇവിടെ തേക്കാം. ദിസ് ഈസ് നോട്ട് ഫോർ മറ്റേ, ഇത് ഞാൻ എൻ്റെ ഹസ്ബൻഡിന് സ്നേഹത്തോടെ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പം ഇതിനകത്ത് രുചിയോ ഇതിൻ്റെ അപ്പിയറൻസോ ഒന്നും നോക്കാൻ പാടില്ല, മനസ്സിലായില്ലേ? ഇതിൽ വെറുതെ എൻ്റെ സ്നേഹമുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. അതിനുള്ള ഓപ്ഷനേ ഉള്ളൂ. ഇതാണ് ഗൈസ് ഞാൻ പ്രിപ്പയർ ചെയ്ത കേക്ക്. ഞാൻ ഒരു ഗ്രീൻ കളറിലാണ് ഇത്. എനിക്ക് നന്നായിട്ട് ഇതൊന്നും ഐസ് ചെയ്യാനൊന്നും അറിയത്തില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു ഇച്ചിരി ഷുഗർ ബോൾസ് ഒക്കെ ഇട്ട് ഒരു പൂവൊക്കെ വെച്ച് ഒരു ഐ ലവ് യു ഒക്കെ എഴുതി ഒന്ന് സെറ്റ് ചെയ്തതാണ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ഇവിടെ കുറച്ച് ഷുഗർ ബോൾസ് ഒക്കെ വെച്ച് ഇവിടെ ഒന്ന് അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ ഒന്ന് ഐ ലവ് യു എന്നൊക്കെ എഴുതി ഒരു റോസാപ്പൂവൊക്കെ വെച്ച് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനിത് അടിപൊളിയാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കേക്കിൻ്റെ ഇത് കണ്ടല്ലോ, ഇതാണ് നമ്മുടെ കേക്ക്. ഇനി നമുക്ക് ഈ കേക്ക് ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെക്കാം, എന്നിട്ട് രാത്രി നമുക്ക് മുറിക്കാം. കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും കണ്ട എല്ലാവർക്കും നന്ദി. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും പുതിയ പുതിയ വീഡിയോസുമായിട്ട് കാണുന്നത് വരെ ബൈ.